ഭരണഭാഷ മലയാളമാക്കിയതടക്കം അമ്മ മലയാളത്തോട് നമ്മൾ പ്രതിബദ്ധത കാട്ടുമ്പോഴും നിയമസഭയിൽ അതല്ല സ്ഥിതി. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഇംഗ്ലീഷിൻ്റെ അതിപ്രസരമാണ്. നമ്മെ ഭരിക്കുന്ന ഭാഷയാണ് ഭരണഭാഷ. ഇതിനായി നമ്മൾ തിരഞ്ഞെടുത്തയച്ചവർ ഈ നിയമസഭയിലുണ്ട്. ഇനി ഇതൊരു ശ്രദ്ധ ക്ഷണിക്കലാണ്. Order. Yes, parliamentary minister. Yes, please. ബഹുമാനപ്പെട്ട ലീഡർ ഓഫ് ഒപ്പോസിഷൻ. Please. ഇതാണോ പാർലമെന്ററി പ്രൊസീഡിംഗ്സ്? ഫ്ലോർ ഓർഡർ ആക്ക്. പ്ലീസ്. Calling attention, please. സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ. നിയമസഭാ നടപടിക്രമങ്ങൾ തുടങ്ങുകയാണ്. സഭാധ്യക്ഷന് ക്ഷണം. ഓർഡർ എന്ന പ്രയോഗം കേൾക്കാത്ത സഭാദിനം ഉണ്ടാകാറില്ല. Order. അവിടെ തീരുന്നില്ല. സഭാധ്യക്ഷന് പറ്റുന്നിടത്ത് പോലും മലയാളം മറക്കുന്നതാണ് രീതി. Yes, parliamentary minister. Yes, please. Leader of opposition. Please. ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല, സബ്ജക്റ്റീവ് ആയിരിക്കും. പാർലമെന്ററി പ്രൊസീഡിംഗ്സ് പഠിക്കേണ്ടത് നിങ്ങളെന്നാണ് കുട്ടികൾ. നമ്മൾ ഇതൊക്കെ തത്സമയം കാണുന്നത് സഭാ ടിവിയിലൂടെയാണ്. എഴുതി കാണിക്കുന്നതും മലയാളമല്ല. ഇനി നമ്മുടെ സഭാംഗങ്ങൾക്കും പലപ്പോഴും നാവിൽ നിന്ന് മലയാളം വഴുതി പോകാറുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ള ഉത്തരവാണെങ്കിലും വെരി അൺഫോർച്ചുനേറ്റ് ടു സേ. എന്നാൽ ബഹളം വരുമ്പോഴോ എല്ലാം മലയാളത്തിലാണ്. ചോദ്യോത്തരവേളയുടെ വീണ്ടും പറയട്ടെ, ഇത് ഈ കേരളപ്പിറവി ദിനത്തിൽ സഭാധ്യക്ഷനോടുള്ള ശ്രദ്ധ ക്ഷണിക്കലാണ്. നവംബർ 7 വരെ നമ്മൾ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലുമൊക്കെ ഭരണഭാഷാ വാരമായി ആഘോഷിക്കുകയാണല്ലോ. ടി. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.